മേക്കപ്പ് കുറച്ച് കൂടിപ്പോയോ ചേട്ടാ? കുറച്ച് കുറഞ്ഞാലേ ഉള്ളല്ലേ. രാത്രി ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ നല്ല റെഡി ആയിട്ടുണ്ട്, ആദ്യം പോലെ റെഡി ആക്കിയിട്ടുണ്ട്. ചേട്ടൻ ജോലി കഴിഞ്ഞിട്ട് വന്നിറങ്ങുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും താമസിച്ചത്. അങ്ങനെ തറയിൽ കിടന്ന സാധനം എടുത്ത് തരും. ഞാൻ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞതിന് എന്നെ എറിഞ്ഞ് വെച്ച് ഓടുന്ന ഓട്ടമാണ്. ഓടിച്ചെന്ന് ഫ്രണ്ടിൽ കയറാനൊരുങ്ങി, പക്ഷേ ചേട്ടൻ സമ്മതിച്ചില്ല. ദൂരയാത്രയൊക്കെ പോകുമ്പോൾ അങ്ങനെ ഫ്രണ്ടിൽ ഇരുത്താറില്ല, ഞാൻ ബാക്കിൽ പിടിച്ചുകൊണ്ട് ഇരിക്കത്തേ ഉള്ളൂ. കുറച്ച് നേരം അവൻ നിൽക്കും. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഓച്ചിറ വഴിയാണ് പോകുന്നത്. പിന്നെ ആദ്യമേ ചെന്ന് ചേട്ടൻ്റെ മുതലാളിയുടെ വീട്ടിലൊന്ന് കയറണമായിരുന്നു സാലറി വാങ്ങാനായിട്ട്. ഇപ്പം ഓച്ചിറ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇവിടെയുള്ളവർ ദൈവമേ, സ്വാമിയേ, അയ്യപ്പോ അതൊക്കെ വിളിക്കുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക്. ഇങ്ങനെ നമ്മളിങ്ങനെ യാത്ര പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആക്കപ്പം വീഡിയോ എടുക്കുന്നത് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ ആളുടെ വക ഒരു ഹായും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ഇക്കയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോയമ്പ് കുറിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് കഞ്ഞിയും സ്നാക്സും ഒക്കെ തന്നിട്ടുണ്ട്. കുഞ്ഞിന് കൊടുക്കാനായിട്ട് അപ്പമായിരുന്നു. അപ്പം എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു, കുഞ്ഞിനും കൊടുത്തിട്ട് സാലറിയും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി ഒരു പകുതി ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴ പെയ്തു. ഞങ്ങൾ പിന്നെ എഴുവോണ് വന്നിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. പിന്നെ കഴിക്കാനായിട്ട് നിന്നില്ല, ഞങ്ങൾ വാങ്ങിച്ചങ്ങ് വീട്ടിലോട്ട് കൊണ്ടുപോയി. കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന് ഫുഡ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ചേട്ടനൊന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറുതായിട്ട് തുമ്മൽ 2 ദിവസം കൊണ്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മരുന്നൊക്കെ വാങ്ങിക്കാനായിട്ട്. അതിൻ്റെ സമയത്ത് ആദ്യം കൊണ്ട് ചെന്ന് ആ മന്തിയുടെ ഫോട്ടോ കണ്ടിട്ട് പാപ്പ വേണമെന്നും പറഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഫുഡും നമ്മൾ നേരെ വീട്ടിൽ നിന്ന് പറയാതെ വരാനായിരുന്നു പ്ലാനിങ്. പക്ഷേ ഞങ്ങളിവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അച്ഛൻ വിളിച്ച് അവളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്ലാനിങ് ഒക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചെന്ന് കയറിയപ്പം പിന്നെ ഉടനെ തന്നെ കുഞ്ഞിനെ എടുത്ത ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ഫുഡും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.